ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇച്ചിക്കുട്ടൻ്റെ പാപ്പനെ കാണാൻ പോവാണ് കേട്ടോ. പാപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയുക. അനിയത്തിയായി കണ്ടുപിടിച്ച് തന്നെയാണ് കേട്ടോ. അവരെ ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജാണ്. അങ്ങനെ ഞാനും ഇച്ചിക്കുട്ടനും ഇന്നലെ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വരാനുള്ളതുകൊണ്ട് ഏട്ടൻ രാവിലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇച്ചിക്കുട്ടന് ഡ്രസ്സ് മാറ്റി കൊടുക്കണ ഏട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വീടിൻ്റെ അടുത്തോട്ട് വരാത്തതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള കടയുടെ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇച്ചിക്കുട്ടനും വണ്ടിയിലോട്ട് കയറി ബാക്കിലോട്ട് തന്നെ വന്നു കേട്ടോ. ആദ്യക്കുട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ തന്നെ. അപ്പോൾ വല്യച്ഛന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇച്ചിക്കുട്ടൻ അച്ഛൻ്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വിനുവേട്ടനാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. കുടുംബത്തിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ പാട്ട് തുടങ്ങി, ഡാൻസ് തുടങ്ങി. ഇതെൻ്റെ 3 വല്യമ്മമാരാണ്, എൻ്റെ അമ്മയുടെ ചേച്ചിമാരാണ് കേട്ടോ. മുന്നിലിരിക്കുന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ, അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. വല്യമ്മമാരൊക്കെ നല്ല എനർജിയാണ് കേട്ടോ. എന്തായാലും മകളുടെ ഒരു മംഗളകാര്യമില്ലേ നടക്കാൻ പോണ്, അതിൻ്റെ ഒരു എനർജിയിലാണ് എല്ലാവരും. അപ്പോൾ ഡാൻസും പാട്ടൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് റെയിൽവേ ഗേറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. സ്ഥലം എവിടെയെന്ന് വെച്ചാൽ തത്തമംഗലമാണ് കേട്ടോ, പാലക്കാട് തത്തമംഗലം. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിൽ നിറയെ പൂക്കൾ, ഒരു മഞ്ഞ പൂവ്, എന്ത് പോകാമെന്നറിയില്ല, അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കളി തുടങ്ങി. അങ്ങനെ വീണ്ടും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അനിയേട്ടൻ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അവരുടെ വീടുള്ള സ്ഥലമൊക്കെ മുന്നിൽ തന്നെ പാടങ്ങളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പാടം, തെങ്ങിൻ തോപ്പുകൾ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. നിറയെ കൊറ്റികളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും വീടും സ്ഥലമൊക്കെ ഇഷ്ടമായിട്ടോ. വീടും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊരു തമിഴ്നാട് പോലെ തോന്നി കേട്ടോ. ആ റോഡും പിന്നെ അവിടുത്തെ വീടുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു തമിഴ്നാട് പോലെ ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആദിക്കുട്ടൻ പിന്നാലെ ഉണ്ട് കേട്ടോ. ആദിക്കുട്ടനെ ഏട്ടനെ നല്ല ഇഷ്ടമാണ്. ഏട്ടൻ എവിടെ പോയാലും പിന്നാലെ ആദിക്കുട്ടൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇച്ചുക്കുട്ടൻ ഉറങ്ങിക്കൊണ്ട് ഞാൻ ഇച്ചുക്കുട്ടനെ എടുത്തിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇത്ര നേരം ഏട്ടൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ഉറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് അവനെ കിട്ടാറുള്ളൂ. അങ്ങനെ ഏകദേശം അവിടെ എത്തി. അവിടെ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഞങ്ങളെ ഉള്ളിലോട്ട് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ചടങ്ങുകളൊക്കെ തുടങ്ങി. കാരണവന്മാരെല്ലാവരും കൂടിയിരുന്നിട്ട് കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ പോയി, ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഉള്ളിലോട്ട് പോയി വീടും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ കല്യാണച്ചക്കൻ. സുബിൻ എന്നാണ് പേര്. ആള് പാവാണ്, നല്ല പയ്യനാണ് കേട്ടോ. അപ്പോൾ വന്നവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇച്ചിക്കുട്ടന് ചടങ്ങിൻ്റെ മുന്നിൽ വെച്ച പഴം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്ന് എടുത്തു കൊടുത്തു കേട്ടോ. അവൻ അതന്നെ വേണം പറഞ്ഞ് വാശി പിടിക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചടങ്ങുകളൊക്കെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വായിക്കൽ കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് അത് കൈമാറുമായിരുന്നു കേട്ടോ. ജാതകമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ കല്യാണത്തിന് എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. വീട് കാഴ്ചയ്ക്ക് പെണ്ണ് എന്തായാലും ചെക്കൻ്റെ വീട്ടിലോട്ട് പോവില്ലല്ലോ. അപ്പോൾ അനിയത്തിക്ക് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കലായി കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കൂടെ തന്നെ നല്ല അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെറൈറ്റി രീതിയിലാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ നാട്ടിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരവും നല്ലൊരു ഫ്ലേവറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി.